മന്ത്രവും കുതന്ത്രവുമായി ഗിരിജ തട്ടിയെടുത്തത് 1000-ഓളം പവൻ. അരിമണി പൂജ നടത്തുന്ന മന്ത്രവാദിനി മുതൽ സുനാമി ധനസഹായത്തിന്റെ പ്രതിനിധിയായുള്ള വേഷപ്പകർച്ചകളുമായാണ് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി ഗിരിജ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ്. കഴിഞ്ഞ 15 വർഷമായി പുതിയ ഇരകളെ തേടി ബസ്സിലും ട്രെയിനിലും അലയുന്ന ഗിരിജയുടെ തട്ടിപ്പിനിരയായവർ നൂറുകണക്കിന് പേരാണ്. ഗിരിജയുടെ തട്ടിപ്പിനിരയായ ശേഷം മാനക്കേടോർത്ത് ഇനിയും പുറത്തു പറയാൻ മടിക്കുന്ന ധാരാളം പേർ ഉണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. തട്ടിച്ചു കിട്ടിയ പണം ഉപയോഗിച്ച് നേമത്ത് കോടികൾ വിലമതിക്കുന്ന ഇരുനില വീടാണ് ഗിരിജ നിർമ്മിച്ചിട്ടുള്ളത്. തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഗിരിജ ജയിലിന് പുറത്തിറങ്ങിയാൽ വീണ്ടും സമാന രീതിയിൽ തട്ടിപ്പിനിറങ്ങാറാണ് പതിവ്. ഗിരിജയ്ക്ക് വേണ്ടി കേസുകൾ വാദിക്കാൻ തമിഴ്നാട്ടിലും കേരളത്തിലുമായി 7ഓളം ലീഡിംഗ് അഡ്വക്കേറ്റുമാർ ഉള്ളതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ലക്ഷങ്ങളാണ് തന്റെ അഭിഭാഷകർക്കായി ഗിരിജ ചെലവഴിക്കാറുള്ളതെന്നും പോലീസ് പറഞ്ഞു. അസുഖങ്ങൾ മാറ്റാനുള്ള ഒറ്റമൂലി മരുന്നുകളുടെ വിതരണക്കാരി, LIC ഏജന്റ്, സുനാമി ധനസഹായത്തിന്റെ പ്രതിനിധി, പാവപ്പെട്ടവർക്ക് ധനസഹായം ചെയ്യുന്നതിന്റെ കമ്മിറ്റി അംഗം എന്നീ വേഷങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള മന്ത്രവാദ പൂജകൾ, സ്വർണം ഇരട്ടിപ്പിക്കൽ, ദേവിയുടെ അവതാരം, അമൃതാനന്ദമയി സാധു സഹായനിധി, സ്വർണപൂജ തുടങ്ങിയ രീതികളും തട്ടിപ്പിനിരയായി ഗിരിജ ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം വൈറ്റിലയിൽ ഗിരിജ നടത്തിയ അരിമണി പൂജ വഴി ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നതെന്ന് പോലീസ് പറഞ്ഞു. വൈറ്റിലയിലെ ഒരു കുടുംബത്തിലെ ഭാര്യയോടും ഭർത്താവിനോടും ശത്രുതയുള്ളയാൾ സ്വർണ്ണ വിഗ്രഹം വെച്ച് സ്വർണ്ണപൂജ നടത്തുന്നുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഇതിന് പകരമായി സ്വർണ്ണപൂജ നടത്തണമെന്ന് പറഞ്ഞ് സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട്. ദേഹത്തുണ്ടായിരുന്ന സ്വർണം ഉൾപ്പെടെ വീട്ടിലെ മുഴുവൻ സ്വർണവും സ്റ്റൂളിന്റെ മുകളിൽ വിരിച്ച സാരിയിൽ വെപ്പിച്ച ശേഷം ഭർത്താവിനോട് അരിമണി ഓരോന്നായി പെറുക്കി അടുത്ത മുറിയിലിരുന്ന് കിണ്ടിയിൽ നിക്ഷേപിക്കാൻ പറയുകയും ഭാര്യയോട് പൂജ നടക്കുന്നതിനിടെ പുറം തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശേഷം സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുവെച്ച സാരി എടുത്തുമാറ്റി ഗിരിജ വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കണ്ടശാങ്കടവ് സ്വദേശിനി പുതുപ്പിള്ളി സരോജിനിയും സമാന രീതിയിൽ ഗിരിജയുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.